ലാസ്റ്റ് ആണ് ഈ കാര്യം ഓർത്തത്, മറന്നുപോയ എല്ലാവരും. അപ്പൊ എന്തായാലും ആ കടലാസ്, ആ കട്ടിക്കടലാസ് തന്നെ, ആ മുട്ടയുടെ ട്രേ തന്നെയാണ് കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്നത് ബുക്ക് ബൈൻഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കട്ടിക്കടലാസില്ലേ, അതും എടുത്തിട്ടുണ്ട്. പിന്നെ സാധനങ്ങളൊക്കെ ബോക്സിലാക്കിക്കൊണ്ട് വരത്തില്ലേ, അതുപോലത്തെ ബോക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് ആ കട്ടിയുള്ള ആ ബോക്സ് മോഡലിലുള്ള കട്ടിക്കടലാസാണ് കേട്ടോ. അപ്പൊ ഇത് നമുക്കൊന്ന് നിവർത്തി എടുക്കാവേ. ഇത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നു, ഒട്ടിച്ചല്ല ഇങ്ങനെ എന്താ പറയണ, ഇങ്ങനെ ലോക്ക് ചെയ്ത് എന്താ സ്റ്റാപ്ലർ അടിച്ചു വെച്ചിരിക്കും. അത് നമുക്കൊന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കാം. കീറി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നല്ല ലെവലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആ ഫ്രണ്ട്, അതായത് കൊട്ടാരത്തിന്റെ ഫ്രണ്ട് വശമാണ് കേട്ടോ വരച്ചെടുക്കാൻ പോകുന്നത്. നേരത്തെ നമുക്ക് ഇച്ചിരി വലിപ്പമുള്ള സൈഡില്ലേ, അതായത് ഈ സൈഡ് രണ്ട് സൈഡിൽ വലിപ്പം ഉണ്ടല്ലോ. അപ്പൊ ആ രണ്ട് വശവും ഫ്രണ്ടും ബാക്കും ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതൊന്ന് വരക്കട്ടെ. നോക്കിയാൽ നമ്മളിത് ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുക, വരച്ച് വെച്ചിരിക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ കൊട്ടാരത്തിന്റെ ഫ്രണ്ട്. അപ്പൊ ഇതുപോലെ നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ബാക്ക് പീസും കൂടി ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കും. രണ്ട് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം ഫ്രണ്ടും ഒരെണ്ണം ബാക്കും, എങ്ങനെയാണെങ്കിലും ആകാം, രണ്ടും ഒരേപോലെ തന്നെ. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സൈഡിൽ വയ്ക്കാനുള്ള രണ്ട് പീസുകൾ കട്ട് ചെയ്തെടുക്കണം, മേലിൽ വയ്ക്കാനുള്ള രണ്ട് പീസുകളും കട്ട് ചെയ്തെടുക്കണം. മേലിൽ വയ്ക്കാനുള്ള പീസ് കട്ട് ചെയ്യുമ്പോഴേക്ക് ഇത്തിരി ഇങ്ങനെ ചാടി കിടക്കുന്ന പോലെ, അതായത് ഇങ്ങനെ കുറച്ചും കൂടെ കയറി കിടക്കുന്ന പോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. കട്ട് ചെയ്ത് തീരണില്ല കേട്ടാ. കാരണം ഇല്ല, ഇത് എന്റെ കത്രിക നോക്കിയേ, കുഞ്ഞു കത്രിക, ഇത്തിരി കൂടി ചെറിയ കത്രിക കിട്ടിയിരുന്നു ഈ കൊള്ളായിരുന്നു തോന്നുന്നു. അതത് കട്ട് ചെയ്യാൻ പറ്റണ്ട്, ഇച്ചിരി വലുതായിരുന്നെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞാൽ കേട്ടോ. അതായത് നമ്മളിനി ഒട്ടിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ അതിനായിട്ട് എടുത്തിരിക്കുന്നത് പശ എടുത്തിട്ടുണ്ട്. പിന്നെ നോക്കിയേ, സാധാരണ ഒരു ബ്രൗൺ കളറിലെ പേപ്പറാണ് കേട്ടോ. നമുക്ക് സാധനങ്ങളൊക്കെ പൊതിഞ്ഞു വരുന്ന കവർ ഇത് എടുത്തിട്ട് ഇതിലേക്ക് സാധാരണ നമ്മൾ റിബൺ പോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ച് വെക്കാവേ. നോക്കിയേ, നമ്മൾ ഒരു സൈഡ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, ഇതായിട്ടുണ്ട് അടിച്ചിരാട്ടോ. അതേ കേട്ടോ, ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി അടുത്ത പീസ് കൂടി ഒട്ടിച്ചേക്കട്ടെ. അപ്പൊ നമ്മളിത് അടുത്ത സൈഡും കൂടി ഇതേപോലെ തന്നെ റിബൺ പോലെ ആക്കിയിട്ട് ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ അങ്ങ് വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിക്കുന്നത്. മേളിലത്തെ ഓടിന്റെ പീസ് കേട്ടോ, ഓടെന്നൊക്കെ ചുമ്മാ പറയണ. എന്തായാലും ആ മേൽക്കൂര വയ്ക്കാൻ പോവാണ്. അതിനായിട്ട് ഇതേപോലെ തന്നെ പശ തേച്ച് വെച്ചിരിക്കുവാണ് കേട്ടോ. നമ്മൾ ഈ പീസ് എടുത്ത് ഇങ്ങനെ അങ്ങ് വെച്ചു കൊടുക്കട്ടെ. മേൽക്കൂരയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓടൊട്ടിക്കാൻ പോവാണ്. അതിനായിട്ട് കട്ടിക്കടലാസ് തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളായിട്ട്, അതായത് കുഞ്ഞു കുഞ്ഞു ഓടുകൾ ആക്കി കട്ട് ചെയ്തെടുക്കുവാണേ. ഒരു 4 മണിക്കൂറോളം ഇരുന്നിട്ടാണ് കേട്ടോ അത് ഈ ഓടുകൾ കുഞ്ഞു കുഞ്ഞു പീസുകൾ കട്ട് ചെയ്ത് അങ്ങോട്ട് ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. അതേ കണ്ടിട്ട് എങ്ങനെയുണ്ട്, സൂപ്പർ ആയിട്ടുണ്ടല്ലോ ഇപ്പൊ. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്യാപ്സൂളിന്റെ പരുവത്തിൽ ഇതേ കണ്ടോ, ചുമ്മാ ഒരു ക്യാപ്സൂൾ പോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഇങ്ങനെ കുറച്ച് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ മേൽക്കൂരയുടെ ഏറ്റവും മുകളിൽ ഒരു ഭംഗി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ ഒട്ടിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കൊട്ടാരം സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കൊട്ടാരത്തിന്റെ സൈഡിലായിട്ട് ഒരു ഇങ്ങനെ കൂര പോലെ അല്ല, ഒരു ഗോപുരം അല്ല, ഒരു ചിമ്മിണി പോലെ ഇല്ല, ഇങ്ങനെ അതായത് ഇത്തിരി പൊങ്ങി നിൽക്കുന്ന രീതിയിൽ ഒരു സംഭവം എന്തായാലും അത് ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് എടുത്തിരിക്കുന്നത് നോക്കിക്കേ, നമ്മുടെ എന്ത് കട്ടിക്കടലാസ്, അതായത് സാധാരണ ഒരു കട്ടിക്കടലാസ് കേട്ടോ. ഇങ്ങനെ അതായത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കട്ടിക്കടലാസ്. ഇത്രയും നേരം നമ്മൾ ഉപയോഗിച്ചതൊക്കെ നല്ല സ്റ്റിക്ക് ആയിട്ടുള്ള ബോക്സിന്റെ ടൈപ്പ് ഉള്ളതല്ലേ. ഇനി നമുക്ക് ഇത്തിരി ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത് മതിയേ. അപ്പൊ ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പൊ ഇതിനിപ്പം ഞാൻ അളവെടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ സൈഡിൽ നിൽക്കുന്ന രീതിയിൽ ആദ്യം ഒരെണ്ണം താഴെയായിട്ട് 4.5 ഇഞ്ച് നീളം വരുന്ന രീതിയിലാണ് കേട്ടോ അത് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മുറിച്ചെടുത്ത് പേപ്പർ നമ്മൾ ഒരു പൈപ്പ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, സിലിണ്ടർ പോലെ. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് റൗണ്ട് ഷേപ്പിൽ ഒരെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതേ സെന്റർ വരെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുവാണേ. ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് കുമ്പിള് പോലെ ആക്കി ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുവാണ് കേട്ടോ. അപ്പൊ ഇത് നോക്കി, നമ്മൾ ഇങ്ങനെ അങ്ങ് ചുറ്റിനും ഒന്ന് പശ തേച്ചിട്ടാണ് കേട്ടോ ഇത് മേലേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. കുഞ്ഞു വണ്ണം കുറഞ്ഞ കൂരയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മളിങ്ങനെ മേളിലേക്ക് വെച്ച് കഴിയുമ്പോഴേക്കും ഡബിൾ ഡക്കർ ആയിട്ടുള്ള ചിമ്മിണിയത്. ഇതിൽ നമ്മൾ ഇത്രയും നേരം ഒട്ടിച്ചതുപോലെ തന്നെ ഓടാണ് കേട്ടോ ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് കുഞ്ഞു കുഞ്ഞു പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞപ്പോഴേക്കും ഇല്ലേ, കൂര ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഒരു സ്ക്വയർ പീസിലും കൂടി ഇങ്ങനെ ഓടുകൾ ഒട്ടിച്ചെടുത്തിരിക്കുവാണ് കേട്ടാ. ഇതിന്റെ ലക്ഷ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇങ്ങനെ ഈ സൈഡിലായിട്ട് ജസ്റ്റ് ഒരു എന്താണ് എന്തെങ്കിലും പറയണ ഇറച്ചാട്ടോ, അങ്ങനെ എല്ലാത്തൊരു വാക്ക് അറിയില്ല, എനിക്കറിയാൻ പാടില്ല, ഏതായാലും ആ ഒരു വാക്ക്. അപ്പൊ അങ്ങനെ ആക്കാന്ന് വലിയ പ്രതീക്ഷയിലൊക്കെയാണ് ഒട്ടിച്ചിരിക്കുന്നത്. ശരിക്കും കണ്ടിട്ടില്ലേ എന്താകുമെന്ന് ഒന്നും അറിയാൻ പാടില്ല. ഇങ്ങനെ ഒരു ഫോട്ടോ കണ്ട ഒരു വീടിന്റെ കേട്ടോ. അപ്പൊ പണ്ട് മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ വീടുണ്ടാക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹം. അതായത് ഒരു സിനിമയുടെ പേര് പറയാം, ജയറാമിന്റെ സിനിമയാണ്. ജയറാം എഞ്ചിനീയർ ആണ്.
മഞ്ജു വാര്യറിന്റെയും ഓർമ്മയുണ്ട? എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ആ സിനിമയിൽ ജയറാം എഞ്ചിനീയർ ആണല്ലോ. അപ്പൊ വീടിങ്ങനെ പറഞ്ഞ് ഉണ്ടാക്കി വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ ഒരു വീടുണ്ടാക്കിയ കണ്ടപ്പോൾ മുതൽ എനിക്കൊരു ആഗ്രഹമുണ്ട് വീടുണ്ടാക്കണമെന്ന്. ഇതുവരെ നടന്നിട്ടില്ല, ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഇത് അങ്ങനെ ഒട്ടിച്ച് വെക്കട്ടെ. എന്തായാലും ഒട്ടിച്ച് നോക്കുവാണ്. ഈ വീട് സക്സസ് ആകുമെന്ന് അറിയാൻ പാടില്ല. അഥവാ ഇത് സക്സസ് ആയില്ലെങ്കിൽ നമുക്ക് അടുത്ത് ഉണ്ടാക്കാം. ഇത് നമ്മളിങ്ങനെ കറക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒരു സപ്പോർട്ട് പോലെ ഒരു കോണാകൃതി എന്തായാലും ഈ ഒരു ആകൃതിയിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഇല്ലേ ഫ്ലോപ്പായി പോകുമെന്ന് പറഞ്ഞതുകൊണ്ട് ഈ വീഡിയോ ഫ്ലോപ്പായി പോകുന്നല്ല കേട്ടോ. ഇത് നമ്മൾ എന്ത് വില കൊടുത്തും നേടിയിരിക്കും. ഇത് കണ്ടിട്ട് നല്ലൊരു ഗെറ്റപ്പ് തോന്നുന്നില്ല. ഇത് എങ്ങനെ നശിപ്പിക്കാനാ? അതാണ് ഏതായാലും നമ്മൾ ഒട്ടിക്കാൻ പോവാണ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ ഒട്ടിച്ചതുപോലെ തന്നെ ബ്രൗൺ പേപ്പറിൽ പശ തേച്ചിട്ടാണ് കേട്ടോ ഇവിടെ ഒട്ടിച്ച് വെക്കാൻ പോകുന്നത്. അടുത്ത കട്ടിക്കടലാസ് എടുത്തിട്ടുണ്ട്. ഒരു സൈഡ് ബ്രൗണും ഒരു സൈഡ് വൈറ്റും ഉണ്ടായി. അപ്പൊ ഏതായാലും വൈറ്റ് ഉള്ള ഭാഗം തന്നെ നമുക്ക് എടുക്കാം. ഇതിലേക്ക് ചെയ്യാൻ പോകുന്നത് ഈ കട്ടിക്കടലാസിലേക്ക് നമ്മൾ പശ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ചുരുക്കി ഒരു ടെക്സ്ചർ വരുത്തി എടുക്കാൻ പോവുകയാണ്. ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതായത് ഇല്ലേ ഈ ടിഷ്യൂ പേപ്പറിന് വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് ടെക്സ്ചർ ഒന്നും മനസ്സിലാവാനുണ്ടാകത്തില്ലല്ലോ. അപ്പൊ അത് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞ് പെയിന്റ് അടിച്ച് കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പൊ ഏതായാലും തൽക്കാലം ഇത് നമുക്ക് മാറ്റി വെച്ചേക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേ നോക്കിയേ മുട്ട ട്രേ എടുത്തിട്ട് ഇതിനകത്തുനിന്ന് കുഞ്ഞു പീസുകളായിട്ട് സ്ക്വയറിലെ കുഞ്ഞു പീസുകൾ കട്ട് ചെയ്തെടുക്കുവാണേ. അതായത് നമ്മുടെ കൊട്ടാരത്തിന്റെ ചുമര് കംപ്ലീറ്റ് ആയിട്ട് ഈ മുട്ട ട്രേയുടെ സ്ക്വയറിലെ പീസ്, അതായത് ഒരു കല്ലിന്റെ ഒരു ടെക്സ്ചർ വരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നോക്കാം. ഓരോ കല്ലുകൾ നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഒട്ടിച്ച് വയ്ക്കുന്നത്. അതായത് നമ്മൾ കണ്ടിട്ടില്ലേ ഇഷ്ടിക കെട്ട് കണ്ടിട്ടില്ലേ? ആ ശരിക്കും ആ ചെറിയൊരു ഗ്യാപ്പ് കാണാറില്ലേ? ആ ഒരു ഗെറ്റപ്പ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ വെക്കുന്നത്. ഇപ്പൊ നമ്മളില്ലേ ഇരുട്ടായപ്പോഴേക്ക് അകത്തേക്ക് വന്നിരുന്നാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ ഇപ്പൊ ഈ ഓടൊട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആയിരുന്നു. അതായത് ടാസ്ക് എന്ന് പറഞ്ഞാൽ പണിയല്ല, ഒരുപാട് സമയം എടുത്തു കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു 2 ദിവസം കുറച്ചൊരു 4 മണിക്കൂർ വീതമെങ്കിലും ഇരിക്കേണ്ടി വന്നു. അതായത് രാവിലെ കുട്ടികൾ ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പം മുതൽ ഞാൻ ഒട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിർത്തുന്നത് എപ്പോഴാണെന്നറിയാം? ഒരു വൈകുന്നേരം 3 മണിക്ക് അവർ വരണേന് 1 മണിക്കൂർ മുമ്പ് അതുവരെയൊക്കെ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരുന്നിട്ടാണ് ഇത്രയൊക്കെ തീർച്ചയായിട്ടും കേട്ടോ. അപ്പൊ ഇല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ എന്തൊരു കാര്യവും ഇങ്ങനെ സിമ്പിൾ ആണെന്ന് കരുതി ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തീരും കേട്ടോ. ഇപ്പൊ ഈ ഒരു വീടിന്റെ ഫോട്ടോ ഞാൻ കണ്ടപ്പോഴേക്കും ഓർത്തില്ലേ ഭയങ്കര സിമ്പിൾ ആണെന്ന് എനിക്ക് തോന്നിയേ. അതുകൊണ്ടാണ് ഇത് ചെയ്യാനിരുന്നത്. സാധാരണ എപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യം കാണുമ്പോഴും ഞാൻ ഇത് ഭയങ്കര പാടായിരിക്കും എന്ന് കരുതും. ജോമാനായിട്ട് എന്നോട് പറയാ ഇത് സിമ്പിൾ ആണ് പെട്ടെന്ന് കഴിയുമെന്ന് പറയും. ആ സിമ്പിൾ ആണെന്ന് പറഞ്ഞ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുമ്പോഴില്ലേ അത് നമുക്ക് പെട്ടെന്ന് തീരണ പോലെ തോന്നും. അതായത് പണ്ടൊരു എവിടെയോ നിങ്ങൾ പോയപ്പോഴേക്കും മംഗളമാണോ എവിടെയോ ഒരു സ്ഥലത്ത് പോയപ്പോഴേക്കും ഇല്ലേ ഏർമാടം ഉണ്ടായിരുന്നു മേളിൽ, മരത്തിന്റെ മേളിലുള്ള വീടില്ലേ, അതിലേക്ക് കയറണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. പക്ഷെ ആ ഏണി കണ്ടപ്പോഴേക്കും കയറാനായിട്ട് ഒരു പേടിയും വന്നേ. പക്ഷെ ചുമ്മാ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് കയറി, പിന്നെ അടുത്ത സ്റ്റെപ്പ് വെച്ച് കയറി, അങ്ങനെ ഓരോ സ്റ്റെപ്പും വെച്ച് നടന്നപ്പോഴേക്കും സിമ്പിൾ ആയിട്ട് മാറി. അതായത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഇതുപോലെ തന്നെയാണ് കേട്ടോ. കുട്ടികളൊക്കെ ഉണ്ടാവൂലേ ചില സബ്ജക്റ്റ് പഠിക്കാനായിട്ടൊക്കെ പേടിച്ചിരിക്കുകയായിരിക്കും. പക്ഷെ അതിന്റെ ഒരു സ്റ്റെപ്പ്, അതായത് ആദ്യത്തെ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു പോർഷൻ എന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് അടുത്ത പോർഷൻ പഠിക്കണം. അപ്പൊ സൂപ്പറായിട്ട് പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ്. ഇപ്പൊ ഈ വർക്ക് കണ്ടപ്പോഴേക്കും കണ്ടായിട്ട് ശരിക്കില്ലേ ഒരു ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ഇത് ഇത്രയായപ്പോഴേക്കും കേട്ടാ. അപ്പൊ ഏതായാലും നമുക്ക് വർക്കും കൂടി തീർക്കട്ടെ. ഇപ്പൊ നമ്മളുടെ ഇഷ്ടിക കെട്ടുകൾ പോലെ ഇങ്ങനെ കെട്ടിക്കൊടുക്കുവാണ് കേട്ടോ. അതിനായിട്ട് മുട്ടയുടെ ട്രേ ഇല്ലേ ആ ട്രേ ആണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പക്ഷെ എടുക്കുന്നത് കാണിച്ചില്ല, അതുകൊണ്ട് ഇത് കാണിച്ചതാ. ഇപ്പൊ നമ്മളിത് ഇഷ്ടിക ഒട്ടിക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡോർ വെക്കാൻ പോവാണ്. അപ്പൊ ചെയ്തു വന്നപ്പോഴേക്കില്ലേ ഈ ഡോറിന്റെ അവിടെയും കൂടി ഇങ്ങനെ ഇഷ്ടിക കെട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഓർത്തിച്ചത് അതിന്റെ മേളിലേക്ക് ഇങ്ങനെ വെച്ചാൽ മതിയല്ലോ, ഡോർ വെക്കാലോ എന്നാണ് ഓർത്തിരുന്നത്. പക്ഷെ അങ്ങനെ വെച്ചിട്ട് ശരിയാണല്ലോ, ഇങ്ങനെ പൊങ്ങി ചാടി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും ഭാഗത്തെ ഇഷ്ടികകളെല്ലാം ഇങ്ങനെ പറിച്ചെടുത്തിട്ട്, ഇഷ്ടിക എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്, അതെല്ലാം പറിച്ചെടുത്തിട്ട് ഈ പേപ്പർ അങ്ങ് കീറി എടുത്തിട്ടാണ് കേട്ടാ ആ ഒരു ഫ്രണ്ടിൽ, അതായത് ഈ കട്ടിക്കടലാസിന്റെ ഏറ്റവും മേളത്തെ ഭാഗം മാത്രം ഒന്ന് കീറി എടുത്തിട്ടാണ് നമ്മൾ അവിടെയാണ് കേട്ടാ ഡോറിന്റെ ബേസ് വെക്കാം. ബേസ് കട്ടളയെന്നല്ലേ പറയണം, അത് വെക്കാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് എടുത്തിരിക്കുന്ന പേപ്പർ നോക്കിയാൽ നമ്മുടെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടില്ലേ ഉണക്കി എടുത്തിരിക്കുന്ന ആ പേപ്പർ, ആ കട്ടിക്കടലാസാണ് നമ്മളിപ്പോ ആ ഷീറ്റിൽ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ ഡോറിന്റെ ആ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഡോറിന്റെ പീസ് അല്ല, കട്ടലയുടെ പീസ്. അപ്പൊ അതിന് തെറ്റുണ്ട് ഈ ഭാഗത്തൊക്കെ ചെറിയൊരു ഗ്യാപ്പൊക്കെ വന്നിരിക്കുന്നതാണ്ട. അതൊക്കെ ഒന്ന് അടയ്ക്കാൻ വേണ്ടിട്ട് വീണ്ടും ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചേക്കാവേ.
ഇപ്പൊ നമ്മൾ കട്ട് ചെയ്യുവാണ് കേട്ടാ. അതായത് ഈ ഡോർ കട്ട് ചെയ്യണ്ടേ, അപ്പൊ അതിനായിട്ട് ഈ കട്ടിക്കടലാസിന്റെ ഒരു ലെയർ മാത്രമേ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുള്ളേ. കട്ട് ചെയ്യാനായിട്ട് ഇതേ നൈഫാണ് കേട്ടോ, തെർമോക്കോൾ കട്ട് ചെയ്യുന്ന നൈഫ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തേക്കുവാണ്. കട്ടള വെച്ച് കൊടുക്കാൻ പോവാണ് കേട്ടാ. കട്ടള കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് കളറിലേക്ക് ടിഷ്യൂ പേപ്പറൊക്കെ സെറ്റാക്കി വെച്ചിരിക്കും. ഇപ്പൊ നോക്കി നമ്മുടെ വീടിന്റെ പണി കട്ടള വയ്പ്പും കഴിഞ്ഞിട്ടുണ്ട്, ഡോറിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഒക്കെ ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വീട് വെക്കാനായിട്ട് ബേസ് മുറ്റം വേണ്ടേ, മുറ്റത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതൊരു കട്ടിക്കടലാസ് എടുത്തിട്ടുണ്ട്. ചുമ്മാ ഒരു ഓർഡറും ഇല്ലാതെ ഡിസോർഡർ ആയിട്ട് അങ്ങ് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടാ. ഇങ്ങനെ കട്ട് ചെയ്തിരിക്കണേന് ഒരു ലക്ഷ്യമുണ്ടേ, അത് നമുക്ക് അവസാനം കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ പെയിന്റ് അടിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഈ ബേസ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്യുവാണേ. നമ്മളത്തെ ആദ്യം ബേസ് കോട്ടായിട്ട് ബ്ലാക്ക് കളറിലെ പെയിന്റ് അടിച്ചിട്ടാണ് കേട്ടോ കളറുകളൊക്കെ അടിക്കാൻ പോകുന്നത്. കാണാൻ പറ്റല്ല, കാണിക്കാൻ വേണ്ടിട്ട് ക്യാമറയിൽ കാണാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഇനി നമ്മൾ കളർ അടിക്കാൻ പോവാണേ. ബ്ലാക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയതിന് ശേഷമേ കളർ അടിക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഇപ്പൊ റെഡ് കളറിലെ പെയിന്റ് ആണ് മേൽക്കൂരയ്ക്ക് അടിക്കാൻ പോകുന്നത്. കുറച്ച് യെല്ലോയും കൂടി മിക്സ് ചെയ്തടിക്കാം കേട്ടാ. അപ്പൊ അതൊക്കെ ഈ കളറിങ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് വേണം ലാൻഡ്സ്കേപ്പ് സെറ്റ് ചെയ്യാനായിട്ട് കേട്ടാ. ഏതായാലും ഇതൊക്കെ പെയിന്റ് അടിക്കാം, പക്ഷെ കളർ അടിക്കാം, പെയിന്റ് അടിക്കാം. ഇപ്പൊ നമ്മളിത് ബ്രഷ് അല്ല കേട്ടോ ഉപയോഗിക്കുന്നത്, കോട്ടൺ വേസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഈ പെയിന്റിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ തൂത്ത് കൊടുക്കണം. അതായത് ബ്രഷ് ആണെങ്കിൽ ഇങ്ങനെ കംപ്ലീറ്റ് അതിന്റെ ഉള്ളിലേക്ക് കയറത്തില്ലേ, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കയറാതെ നല്ല കറക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓടിന്റെ ഒക്കെ ഇടക്കോട്ടൊക്കെ കയറി പോകും നമ്മുടെ ബ്രഷ് ആണെങ്കിൽ. ഇപ്പൊ നമ്മളുടെ ഈ മെയിൻ ബിൽഡിങ്ങിന്റെ ഓടിന്റെ കളർ ഉണങ്ങിയിട്ടില്ല, അതായത് ബ്ലാക്ക് കളർ ഉണങ്ങിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സമയത്ത് ഈ ഭിത്തിക്ക് ഏകദേശം ഒരു ഗോൾഡിന്റെ കളറും പിന്നെ ഈ ഡോറിന് ബ്രോൺസിന്റെ കളർ അടിക്കാമെന്നാണ് കേട്ടോ പ്ലാൻ. അതിനായിട്ട് ഗോൾഡ് എടുത്തിട്ടുണ്ട്. നമ്മുടെ മുട്ടയുടെ ട്രേ ആയിരുന്നു കേട്ടോ ഇത്. ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തപ്പോഴേക്കും ഏകദേശം ഒരു പഞ്ഞിയുടെ സ്റ്റൈലായിരുന്നു. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മൈദാപ്പശ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ മുട്ടയുടെ ഈ പൊടിയും ഈ പഞ്ഞി പോലത്തെ ഈ പൊടിയും കുറച്ച് പച്ച കളർ കൂടി മിക്സ് ചെയ്തൊക്കെ എടുക്കുവാണ്. നമ്മളില്ലേ മുറ്റം നിറയെ ഗ്രാസ് സെറ്റ് ചെയ്യാൻ പോവാണ്ടാ. അപ്പൊ ഗ്രാസിന് നോക്കിയേ സൂപ്പർ അല്ലേ. അപ്പൊ എന്തായാലും നോക്കിയത് ഇത് ഇങ്ങനെ എടുത്ത് അങ്ങ് വെച്ച് കൊടുക്കുവാണ്. നമ്മുടെ ഈഡൂസിന്റെ കാർ പൊളിച്ചാന്നും പറഞ്ഞ അവനൊരു കാർ വെച്ചിട്ട് പോയാൽ നോക്കിയേ. നമ്മുടെ പുല്ലിന്റെ കറക്റ്റ് ടെക്സ്ചർ വരാൻ വേണ്ടിട്ട് ഒരു പഴയ ടൂത്ത് ബ്രഷ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ വെച്ചപ്പോഴേക്കും നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട്. ഈ കറക്റ്റ് പുല്ലിനൊരു സെറ്റപ്പ് ഒക്കെ വന്നിട്ട് ലാൻഡ്സ്കേപ്പും കൂടി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വീടിന്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. എനിക്ക് തോന്നണില്ലേ, ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ഇത് ഈ ചിമ്മിണി എടുത്ത് ഇപ്പുറത്തെ സൈഡിൽ വെക്കാം, ഈ കാർപോർച്ചിന്റെ പ്ലാനിങ് ഇല്ലായിരുന്നു കേട്ടാ. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ചെയ്തപ്പോഴേക്ക് ഇത്തിരി കൂടി ഭംഗി വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇങ്ങനെയില്ലേ തോന്നണുണ്ടോ അത് കമന്റ് ചെയ്യണേ. കൊതു കടിക്കണത്. പിന്നെ പറയാനുള്ളത് ഈ ബേസിൽ വന്നേക്കണ ലാൻഡ്സ്കേപ്പ്, അതായത് മറ്റേ പേപ്പർ ക്ലേ കൊണ്ടാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നല്ല പവർ, അതായത് ഇത് നല്ല സ്ട്രോങ് ആയി വീട്. അപ്പൊ ഇതിൽ ഇങ്ങനെ വിട്ടു പോരാണെന്ന് ഒരു ചാൻസ് ഇല്ല, അത്രയും പവർ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വന്നത് കൊണ്ട് തന്നെയാണ് ഈ നമ്മുടെ പേപ്പർ ക്ലേ വന്നതുകൊണ്ട് തന്നെ നല്ല ഒരു സെറ്റപ്പ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണം. എന്തായാലും പെട്ടെന്ന് കമന്റ് ചെയ്തേക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.